UPA ഭരണകാലത്തെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പാക് ഭീകര ബന്ധങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മുൻ അണ്ടർ സെക്രട്ടറി RVS മണി ജനം ടിവിയിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിലടക്കം ചർച്ചയായി മാറുകയാണ്. മുൻ കേന്ദ്രമന്ത്രി അഹമ്മദും അവിശുദ്ധ കൂട്ടുകെട്ടിൽ പങ്കാളിയായി എന്നത് മുസ്ലിം ലീഗിനെയും സംശയ നിഴലിലാക്കുന്നു. ഹിന്ദു ഭീകരവാദമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നടന്ന രാഷ്ട്രീയ നീക്കങ്ങളും മറനീക്കി പുറത്തുവരികയാണ്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ, വിധ്വംസക പ്രവർത്തനങ്ങളിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എത്രത്തോളം കൈകോർത്തു എന്നത് RVS മണിയുടെ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുമ്പോൾ ഭാരതത്തിന്റെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുകയാണല്ലേ? UPA സർക്കാർ കാലത്തെ പാക് ISI അവിശുദ്ധ ബന്ധത്തിൽ മുൻ വിദേശകാര്യ സഹമന്ത്രി അഹമ്മദിനെതിരെ പേരെടുത്ത് പറയാതെയാണ് ഗുരുതര വെളിപ്പെടുത്തൽ ഉണ്ടായത്. മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം ലീഗ് കേന്ദ്രമന്ത്രിയും അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് RVS മണി പറയുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കൈവശം ഇതിന്റെ കുറിപ്പുകളുണ്ട് എന്നും അദ്ദേഹം മരിച്ചുപോയതിനാൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നും RVS മണി എന്ന് പറയുകയുണ്ടായി. ഹിന്ദു ഭീകരവാദം എന്ന വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീലാണ്. അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിയതും ഇദ്ദേഹമാണ് എന്നാണ് ആരോപണം. 2010 ജൂലൈയിൽ ഹിന്ദു ഭീകരവാദം എന്ന പദം സർക്കാർ രേഖകളിൽ ഇടം നേടിയെന്നും പിന്നിൽ സുശീൽ കുമാർ ഷിൻഡെയും P ചിദംബരവുമായിരുന്നു എന്നും RVS മണി ജനം ടിവിയോട് പറഞ്ഞു. സോണിയാഗാന്ധിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തൽ ഉണ്ടായി. ഇസ്രത് ജഹാൻ കേസിൽ സോണിയാഗാന്ധി നേരിട്ട് ഇടപെട്ടു എന്നാണ് ആരോപണം. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അഴിക്കുള്ളിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ആക്ഷേപമുണ്ട്. ഇസ്രത് ജഹാൻ കേസ് അന്വേഷിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ മാഡം ഇടപെട്ട വിഷയമാണെന്ന് തന്നോട് പറഞ്ഞതായും RVS മണി പറയുന്നു. നാളെ RVS മണിയുടെ ഇന്റർവ്യൂവിന്റെ പൂർണ്ണ രൂപം രാവിലെ 8 മണിക്ക് ജനം ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. ശരി, ഡൽഹിയിൽ നിന്നും ശ്രീകാന്താണ് വിശദാംശങ്ങൾ.